എപിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ ഇതേമാതിരി ഒരുപാട് പ്രാവശ്യം പൈസ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് പോയി അങ്ങേയറ്റം ചെന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് പൈസ പോയി എന്നുള്ളത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്, ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും പലപ്പോഴും ഒരുപാട് ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള മാക്സിമം പേയ്മെൻറ്റുകൾ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഇതിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഇത് കണക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് കണക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതറിയാൻ വേണ്ടി നമുക്ക് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് 2 പേയ്മെൻറ്റ് ഇങ്ങനെ പോയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് മാസത്തിലായാലും 6 മാസത്തിലായാലും 1 വർഷത്തിലായാലും അതെങ്ങനെയായാലും പോകുന്ന രീതി അത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ പേയ്മെൻറ്റ് വേണോ വേണ്ട എന്നുള്ളത് ചോദിക്കാറുണ്ട്. നമ്മൾ അറിയാതെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം ഉള്ള പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയിട്ടേയിരിക്കും. നമ്മളിത് അറിയത്ത് പോലും. ഇവിടെ കാണിക്കുന്ന 2 പേയ്മെന്റും ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പേയ്മെന്റുകളാണ്. ചില ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു മാസം ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പേയ്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഈ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ പേയ്മെന്റ് ചെയ്യുന്ന കാരണം അത് എല്ലാ മാസവും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെന്റ് കട്ടാവും. പലർക്കും ഇങ്ങനെ പേയ്മെന്റ് പോകുന്നത് അറിയാമെങ്കിൽ തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ട രീതി അറിയാത്ത കാരണം അതങ്ങനെ പേയ്മെന്റ് പോയിക്കൊണ്ടേയിരിക്കും. ഇതപ്പോൾ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഏതാണോ ക്യാൻസൽ ചെയ്യേണ്ടത് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓട്ടോ പേയിലാണ് ഈ പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഓരോ ഓപ്ഷൻ വരും. ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഇതിൽ ടച്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓട്ടോ പേ ക്യാൻസൽ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഓട്ടോ പേ എന്നുള്ള രീതി നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്യുകയാണ് ഞാൻ. ഇപ്പോൾ ഓട്ടോ പേ എന്ന രീതിയിൽ ഇങ്ങനെ പൈസ പോകുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഓട്ടോ പേ ക്യാൻസൽ ആയി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ പേയ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് ലൈവ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിന്റെ ഒരു ലോഗോ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.